ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷത്തിലാണ്. പരസ്പരം ആക്രമണങ്ങളും നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇറാന്റെ ആണവ പരീക്ഷണം ഇസ്രായേലിനെയും അമേരിക്കയെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇറാൻ ആണവായുധം സ്വന്തമാക്കിയാൽ അത് തങ്ങൾക്ക് വലിയ ഭീഷണിയാകുമെന്ന് ഈ രാജ്യങ്ങൾക്ക് നന്നായി അറിയാം. അത് തടയുകയാണ് ഇവരുടെ ലക്ഷ്യം. അതിനായി ഉപരോധം ഉൾപ്പെടെ ഏർപ്പെടുത്തി ഇറാന്റെ പല്ലും നഖവും നശിപ്പിക്കുക എന്ന തന്ത്രമാണ് വർഷങ്ങളായി അമേരിക്കയും സഖ്യരാജ്യങ്ങളും സ്വീകരിച്ചു വരുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകൾ പലതവണ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു വാർത്ത വരുന്നു. ഈ വാർത്ത എത്തുന്നത് അമേരിക്കയിൽ നിന്നാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും മുമ്പ് ഇറാനെ ആക്രമിക്കാൻ ബൈഡൻ ഭരണകൂടം ആലോചിച്ചിരുന്നതായാണ് റിപ്പോർട്ട്. US മാധ്യമമായ ആക്സിയോസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ആണവായുധ പരീക്ഷണവുമായി ഇറാൻ മുന്നോട്ടു പോകുകയാണെങ്കിൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നതായിരുന്നു ബൈഡൻ ഭരണകൂടത്തിന്റെ പദ്ധതി. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സുള്ളിവൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പ്രസിഡന്റ് ജോ ബൈഡന് മുന്നിൽ അവതരിപ്പിച്ചത്. ഒരു മാസം മുൻപാണ് ബൈഡനും സുള്ളിവനും തമ്മിൽ ആക്രമണ പദ്ധതികൾ ചർച്ച ചെയ്തത്. ഇതേക്കുറിച്ച് അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ട്രംപ് അധികാരമേൽക്കുന്ന ജനുവരി 20 മുൻപ് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ 90% ഉയർത്തിയാൽ അവരെ ആക്രമിക്കാനായിരുന്നു ബൈഡന്റെയും സുള്ളിവന്റെയും പദ്ധതി. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും കൂടി ദുർബലമായാൽ അവരെ കീഴ്പ്പെടുത്താൻ പ്രയാസമുണ്ടാവില്ലെന്നാണ് ബൈഡന്റെ ഉപദേഷ്ടാക്കൾ കരുതുന്നത്. ഇതിലൂടെ ഇറാൻ ഉയർത്തുന്ന ഭീഷണി കുറയ്ക്കാനാവുമെന്നും ഇവർ കരുതുന്നു. അതേസമയം റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ വൈറ്റ് ഹൗസ് തയ്യാറായിട്ടില്ല. ഒക്ടോബർ 5 ഇറാനിൽ ഭൂകമ്പം അനുഭവപ്പെട്ടിരുന്നു. ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ് ഇറാൻ. എന്നാൽ ഒക്ടോബർ 5 ചലനത്തെ ലോകം സംശയത്തോടെയാണ് കണ്ടത്. അസ്വാഭാവികമായ ഈ ഭൂചലനത്തിന് കാരണം ഇറാന്റെ ആണവ പരീക്ഷണമാണോ എന്ന സംശയവും ഉയർന്നു. ഭൂകമ്പം നടന്ന സമയം, സ്ഥലം എന്നിവയാണ് ഇറാൻ സ്വന്തമായി ആണവായുധ നിർമ്മാണം ആരംഭിച്ചോ എന്ന ചോദ്യം ഉയരാൻ കാരണം. ഒക്ടോബർ 5 രാവിലെ 10:45 സെമിനാർ പ്രവിശ്യയിലെ അരാദാൻ കൗണ്ടിയിൽ റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മെഹർ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. 12 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനമുണ്ടായതെന്ന് ടെഹ്റാൻ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോഫിസിക്സിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാൻ ആണവായുധ പരീക്ഷണം നടത്തിയതിന്റെ ഫലമായാണ് ഭൂകമ്പമുണ്ടായതെന്നാണ് അന്നു മുതൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്നാൽ ഇത് സ്ഥിരീകരിച്ചോ നിഷേധിച്ചോ ഉള്ള ഔദ്യോഗിക അറിയിപ്പൊന്നും വന്നിട്ടുമില്ല.